നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൽന ജോൺസ് കെ. പ്രധാന വാർത്തകൾ. മാർച്ച് ഫോർ ലൈഫ് പ്രതിജ്ഞയെടുത്ത് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ. കഴിഞ്ഞ ഞായറാഴ്ച ഇടവകയുടെ പൊതുയോഗം നടന്നു. ജൂലൈ 16-ന് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. CLC സംഘടിപ്പിച്ച ഉല്ലാസയാത്ര ഗംഭീരമായി. വാർത്തകൾ വിശദമായി. മാർച്ച് ഫോർ ലൈഫ് പ്രതിജ്ഞയെടുത്ത് നമ്മുടെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ. മനുഷ്യജീവനെ ഗർഭധാരണ നിമിഷം മുതൽ സ്വാഭാവിക അന്ത്യം വരെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഞായറാഴ്ച പ്രതിജ്ഞയെടുത്തു. തുടർന്ന് എല്ലാ ക്ലാസുകളിലും ഒപ്പുശേഖരണവും നടത്തി. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം നടന്നു. യോഗത്തിലെ പ്രധാന തീരുമാനം: 2024 ആഗസ്റ്റ് 1 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഊട്ടുതിരുനാൾ കൊടിയേറ്റും. തുടർന്ന് വിശുദ്ധ കുർബാന. ആഗസ്റ്റ് 2 മുതൽ 14 വരെ ഞായറാഴ്ചകൾ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും തിരുനാളോർക്ക വിശുദ്ധ കുർബാനകൾ വൈകിട്ട് 6 മണിക്കായിരിക്കും. ഞായറാഴ്ച കുർബാനകൾ പതിവ് പോലെ രാവിലെ. ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിലെ വായനകളും കാഴ്ച സമർപ്പണവും യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ആയിരിക്കും. തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ നിരക്കുകൾ: തിരുനാൾ പ്രസിദ്ധേന്തി 500 രൂപ, കൊടിയേറ്റ ദിന കുർബാന 2000 രൂപ, അനുദിന തിരുനാൾ കുർബാനകൾ 1500 രൂപ, തിരുനാൾ ദിന കുർബാന 3000 രൂപ, നേർച്ച ഭക്ഷണ പാഴ്സൽ 40 രൂപ. ആഗസ്റ്റ് 15-ന് പരിശുദ്ധ മാതാവിന്റെ ഊട്ടുതിരുനാളും ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷോദ്ഘാടനം സംയുക്തമായി നടത്തുന്നു. തിരുനാൾ ദിന പരിപാടികൾ: രാവിലെ 8:30-ന് അഭിമന്യ മർട്ടോണി പിതാവിന്റെ സ്വീകരണം, ഗോൾഡൻ ജൂബിലി പതാക ഉയർത്തൽ, ജൂബിലി ആഘോഷോദ്ഘാടനം. തുടർന്ന് 9 മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാന പ്രദക്ഷിണം. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം രാവിലെ 11 മണിക്ക് മതബോധന ഹാളിൽ ഔട്ടുനേർച്ച, നേർച്ച ഭക്ഷണ പാഴ്സൽ താൽക്കാലിക ഹാളിൽ വിതരണം ചെയ്യുന്നതാണ്. ആഗസ്റ്റ് 15 തിരുനാൾ കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും ജൂബിലി പതാക ഉയർത്തേണ്ടതാണ്. ജൂബിലി പതാക ആഗസ്റ്റ് 4-ന് യൂണിറ്റ് ഭാരവാഹികൾ മുഖേന വിതരണം ചെയ്യുന്നതാണ്. 2024 ആഗസ്റ്റ് 11-ന് വൈകിട്ട് 4 മണിക്ക് ഇടവകയുടെ അതിർത്തിയിലൂടെ ജൂബിലി വിളംബര റാലി സംഘടിപ്പിക്കുന്നു. ഇരുചക്ര വാഹനമുള്ള എല്ലാവരും ഈ റാലിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ജൂലൈ 16-ന് ആഘോഷമായി ആചരിച്ചു. അന്നേ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട എല്ലാവർക്കും വികാരിയച്ഛൻ കർമ്മലോത്തേരിയും ആശീർവദിച്ചു നൽകി. ജൂലൈ 13 ശനിയാഴ്ച CLC അംഗങ്ങൾ ഒരു ഏകദിന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. നെല്ലിയമ്പതിയിലേക്കുള്ള യാത്ര ഗംഭീരമായി എല്ലാവരും ആസ്വദിച്ചു. നേതൃത്വം നൽകിയവർക്കെല്ലാം അഭിനന്ദനങ്ങൾ. അറിയിപ്പുകൾ: ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ബിരിയാണി മേള ജൂലൈ 21 ഞായറാഴ്ച നടത്തുന്നു. ജൂലൈ 25 വ്യാഴാഴ്ച മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ നാമഹേതുക തിരുനാൾ ആചരിക്കുന്നു. ജൂലൈ 26-ന് മാസാവസാന വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന സായാഹ്ന ധ്യാനം ഉണ്ടായിരിക്കും. ധ്യാനം നയിക്കുന്നത് ഗാഗുത്ത ധ്യാന കേന്ദ്രത്തിലെ ബ്രദർ രാജൻ കാൽവരി. വൈകിട്ട് 5:30-ന് ജപമാല, 6 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് ധ്യാനം, ആരാധന. അതേ തുടർന്ന് കുറ്റിക്കാട്ട് ദേവസി ഫ്രാൻസിസ് സ്പോൺസർ ചെയ്യുന്ന നേർച്ചകഞ്ഞി വിതരണ നേതൃത്വം സെന്റ് ജോസഫ് യൂണിറ്റ്. 2024 ആഗസ്റ്റ് 4-ാം തീയതി എല്ലാ യൂണിറ്റുകളിലും കുടുംബ സമ്മേളനങ്ങൾ നടത്തുന്നതാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ കൈക്കാരൻ പാനലിലേക്ക് യൂണിറ്റുകളിൽ നിന്ന് ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കണമെന്ന് വികാരിയച്ഛൻ അറിയിക്കുന്നു. ഈ ആഴ്ച ദേവാലയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ്. വായനകൾ സെന്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.